എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ഈ ചാപ്റ്ററിൽ ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്, സ്പീഡ്, വെലോസിറ്റി ഇത്തരത്തിലുള്ള മോഷനുമായി ചലനവുമായി ബന്ധപ്പെട്ട അളവുകൾ, ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാ? സഞ്ചരിച്ച ദൂരം, സ്ഥാനാന്തരം, വേഗത, പ്രവേഗം. ഇനി ഒരെണ്ണം കൂടിയുണ്ട്, ത്വരണം അഥവാ ആക്സിലറേഷൻ. അതിനെ കുറിച്ചാണ് ഈ ക്ലാസ്സിൽ വിശദമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ ത്വരണം എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി, പ്രവേഗ മാറ്റവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ എപ്പോഴും പ്രവേഗമാറ്റവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം ഓർമ്മ വരണമെന്ന് വീണ്ടും പറയാണ്. പ്രവേഗം മാറുക, ചേഞ്ച് എന്ന് പറഞ്ഞാൽ അവിടെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാം, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാം, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഒരുമിച്ച് ചേഞ്ച് ചെയ്യാം. അത് പ്രത്യേകം ഓർക്കണം. ഇനി മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യൽ തന്നെ, അതിന്റെ പരിമാണം അഥവാ അളവ് ചേഞ്ച് ചെയ്യലിന് രണ്ട് തരത്തിലാവാം. അളവ് കൂടാം, അളവ് കുറയാം. അതും കൂടി ബോധം ഉണ്ടാവണം. നമുക്ക് നോക്കാം. ഒരു മോഷൻ അവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 83-ലായിരിക്കും. പുതിയ ടെക്സ്റ്റിൽ പേജ് നമ്പർ മാറുണ്ടോ എന്ന് അറിയില്ല. എന്തായാലും ത്വരണവുമായി ബന്ധപ്പെട്ട ഒരു കാറിന്റെ മോഷൻ. അവിടെ 0 A എന്നുള്ള പോയിന്റിൽ 0 സെക്കൻഡ് 0 മീറ്റർ ആണ്. ബിയില് 5 മീറ്റർ പെർ സെക്കൻഡ് 5 സെക്കൻഡ്. സിയില് 10 മീറ്റർ പെർ സെക്കൻഡ് 10 സെക്കൻഡ്. 15ാമത്തെ സെക്കൻഡില് വീണ്ടും പ്രവേഗമാണ് തന്നിരിക്കുന്നത്. ഇതുവരെയുള്ള ഗ്രാഫൊക്കെ പൊസിഷനോ അത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു തന്നിട്ടുണ്ടാവുക, സ്പീഡ് തന്നിട്ടുണ്ടാവും. ഇവിടെ പ്രവേഗമാണ്, ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ വെലോസിറ്റി ആണ്. അപ്പോ സിയുടെ പ്രത്യേകത, സിയില് 10 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്, ഡിയിലും 10 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് മോഷൻ ആണ് എന്ന് പറഞ്ഞാൽ ഇവിടെ വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാവുന്നില്ല. സി മുതൽ ഡി വരെ വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ല. ഇനി ഡി മുതൽ ഇ വരെയുള്ള പ്രത്യേകത എന്താ? 10 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളത് 6 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറി. എന്ന് പറഞ്ഞാൽ എന്താ സംഭവിച്ചത്? 6 മീറ്റർ പെർ സെക്കൻഡ് ആവുന്ന അവിടെ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ്, പരിമാണം കുറഞ്ഞു. ഇവിടെയോ ആദ്യത്തെ കേസിലോ 5 മീറ്റർ പെർ സെക്കൻഡ് 10 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറി. എന്ന് പറഞ്ഞാൽ അവിടെ വെലോസിറ്റിയുടെ പരിമാണം കൂടി. അപ്പൊ അത്തരത്തിൽ മാറ്റം ഉണ്ടാകാമെന്ന് അർത്ഥം. എന്നിട്ട് നമുക്ക് ആ ചലനം ഒന്ന് നമ്മൾ ഇനി നോക്കുകയാണ്. അപ്പോ ഇവിടെ ഡിസ്റ്റൻസ്, ടെക്സ്റ്റില് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ കാർ എന്നായിരിക്കും ഇവിടെ ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവുക. അവിടെ ഒരു ചിലർക്ക് സംശയം ഒന്നും, വെലോസിറ്റി ആകുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ എന്ന്. പക്ഷേ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആണ്. ഈ കേസിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഈക്വൽ ആണ്. ശരിക്കും അവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്നായിരുന്നു കൊടുക്കേണ്ടത്, സ്ഥാനാന്തരം എന്നാണ് കൊടുക്കേണ്ടത്. ടെക്സ്റ്റിൽ മലയാളം മീഡിയം ഒരുപക്ഷെ സഞ്ചരിച്ച ദൂരം എന്നാവും കൊടുത്തത്. അപ്പൊ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത് എ മുതൽ ബി വരെയുള്ള മോഷൻ ആണ്. അതായത് എ മുതൽ ബി വരെ ആദ്യത്തെ 5 സെക്കൻഡ്. എ മുതൽ ബി വരെയുള്ള മോഷനിൽ യു എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റിൽ ഹെഡിങ് ആയിട്ട് എഴുതിയ ആദ്യ പ്രവേഗം, ഇനീഷ്യൽ വെലോസിറ്റി. ഇനീഷ്യൽ വെലോസിറ്റിയെ സൂചിപ്പിക്കുന്ന അക്ഷരം യു ആണ്. ഫൈനൽ വെലോസിറ്റിയെ സൂചിപ്പിക്കുന്ന അക്ഷരം വി ആണ്. ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവസാന പ്രവേഗം, അന്ത്യപ്രവേഗം. മലയാളത്തിൽ അന്ത്യപ്രവേഗമാണ്, ഏറ്റവും അവസാനത്തെ പ്രവേഗം എന്ന് ചിന്തിക്കരുത്. നമുക്ക് തന്നിരിക്കുന്ന ടൈം ഇന്റർവെല്ല് ഇവിടെ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് 0 തുടങ്ങി 5 സെക്കൻഡ് വരെയുള്ള കാര്യമാണ്. അതിനാൽ 0 സെക്കൻഡിലെ പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി ആദ്യ പ്രവേഗം, ഇനീഷ്യൽ വെലോസിറ്റി. 5ാമത്തെ സെക്കൻഡിലെ പ്രവേഗമാണ് അവിടെ ഇപ്പൊ എന്ത്? വി, ഫൈനൽ വെലോസിറ്റി. കാരണം ആ സമയം, ആ ഒരു മോഷൻ ആണ് നമ്മൾ ഇവിടെ പരിഗണിക്കുന്നത്. അപ്പൊ u0, v എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി അഥവാ അന്ത്യപ്രവേഗം 5 മീറ്റർ പെർ സെക്കൻഡ്. ഇനി അടുത്ത കോളം ചേഞ്ച് ഇൻ വെലോസിറ്റി. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി, അന്ത്യപ്രവേഗം മൈനസ് ആദ്യപ്രവേഗം എന്ന് പറഞ്ഞാൽ v മൈനസ് u എന്ന് പറഞ്ഞാൽ ഇവിടെ 5 മൈനസ് 0 എത്രയാ? 5 മീറ്റർ പെർ സെക്കൻഡ്. ഇനി ആ ചേഞ്ചിന് എടുത്ത സമയം, ടൈം ടേക്കൺ ഫോർ ദാറ്റ് ചേഞ്ച്, ആ ചേഞ്ചിന് എടുത്ത സമയം എത്രയാ? t സെക്കൻഡ് ആണ്, 5 സെക്കൻഡ് ആണ്, 5 സെക്കൻഡ്. ഇനി നമുക്ക് കാണേണ്ടത് ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ആണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ v മൈനസ് u ഡിവൈഡഡ് ബൈ t എന്ന് പറഞ്ഞാൽ v മൈനസ് u എത്രയാ? ചേഞ്ച് ഇൻ വെലോസിറ്റി 5, 5/5 is equal to 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇവിടെ എങ്ങനെ യൂണിറ്റ് വന്നതെന്ന് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യും, സംശയിക്കേണ്ട. ഇനി ബി മുതൽ സി വരെയുള്ള മോഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 5 ആണ്, ഫൈനൽ വെലോസിറ്റി 10 ആണ്. അവിടെയും ചേഞ്ച് ഇൻ വെലോസിറ്റി 10 മൈനസ് 5 വരും. അവിടെ സമയം 5 സെക്കൻഡ് തന്നെയാണ്. അതിനാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ വരും.
അടുത്തതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സി മുതൽ ഡി വരെയുള്ള മോഷൻ ആണ്. സി മുതൽ ഡി വരെയുടെ മോഷന്റെ പ്രത്യേകത വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് 10 മീറ്റർ പെർ സെക്കൻഡ്. അതിനാൽ ചേഞ്ച് ഇല്ല, 10 ചേഞ്ച് 0 ആണ്. ടൈം ടേക്കൺ എത്രയാ? 5 സെക്കൻഡ് ആണ്. 5 സെക്കൻഡിൽ ആ ഒരു 5 സെക്കൻഡിൽ മാറ്റം സംഭവിച്ചിട്ടില്ല. അതിനാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം 0 ആണ്. ഇനി അടുത്ത ഡി മുതൽ ഇ വരെയുള്ള ഡി മുതൽ ഇ വരെയുള്ളതാവുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി ആദ്യ പ്രവേഗം 10ഉം അന്ത്യപ്രവേഗം 6ഉമാണ്. അതിനാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 6 മൈനസ് ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ആണ്. അതിനാൽ -4 മീറ്റർ പെർ സെക്കൻഡ് വരും. ടൈം 5 സെക്കൻഡ് ആണ്. അതിനാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം എന്ത് വരും? -4 ബൈ 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അടുത്ത ഇ മുതൽ എഫ് വരെയാണ്. ഇ മുതൽ എഫ് വരെയും അതിലും അതെ വെലോസിറ്റി കുറയാണ് ചെയ്യുന്നത്. 0 to 6 അതിനാൽ അവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി -6 വരും. ഇവിടെയും -6 ബൈ 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പൊ ഈ മോഷനിൽ നമ്മൾ ഓരോ ടൈം ഇന്റർവെല്ലിലും നമ്മൾ എന്ത് കണ്ടുപിടി? ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ 1 സെക്കൻഡ്. കാരണം എന്താ? ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഇവിടെ നമ്മൾ കാണുന്നത് ഒരു സെക്കൻഡിൽ വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ച് ആണ്. ഒരു സെക്കൻഡിൽ വെലോസിറ്റിക്ക് പ്രവേഗത്തിന് ഉണ്ടാകുന്ന മാറ്റം. ഇതിന് പറയുന്ന പേരാണ് എന്ത്? ത്വരണം. എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് നോൺ ആസ് ആക്സിലറേഷൻ. അതാണ് നമുക്ക് ഏറ്റവും അവസാനമായിട്ട് പഠിക്കുന്നത്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ യൂണിറ്റ് സമയത്തിൽ ഉണ്ടായ മാറ്റം, അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു സെക്കൻഡിൽ പ്രവേഗത്തിനുണ്ടായ മാറ്റമാണ് ത്വരണം, അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ച് ആണ് ആക്സിലറേഷൻ. അപ്പൊ ആക്സിലറേഷൻ ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. അപ്പൊ എങ്ങനെ നമ്മൾ ആക്സിലറേഷൻ കാണുക? ആക്സിലറേഷൻ ആണ് നമ്മൾ കണ്ടത്. ആക്സിലറേഷൻ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ഈസ് ഈക്വൽ ടു വി. ഫൈനൽ വെലോസിറ്റി വിയും ഇനീഷ്യൽ വെലോസിറ്റി യു ആണെങ്കിൽ v മൈനസ് യു ഡിവൈഡഡ് ബൈ ടി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ സാധാരണ സൂചിപ്പിക്കുന്നത് a ആണ്. a ഈസ് ഈക്വൽ ടു v മൈനസ് യു ബൈ ടി. പ്രത്യേകം നോട്ട് ചെയ്യണം. അപ്പൊ ഇവിടെ ഒരു സെക്കൻഡിൽ വെലോസിറ്റിക്ക് ഉണ്ടായ ചേഞ്ച് ആണ് ആക്സിലറേഷൻ. വെലോസിറ്റി വെക്ടർ ആണ്. സ്വാഭാവികമായിട്ടും ഒരു സെക്കൻഡിൽ ഉണ്ടായ ചേഞ്ച്, വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ച് പറയുമ്പോൾ അതും എന്തായിരിക്കും? വെക്ടർ ക്വാണ്ടിറ്റി ആയിരിക്കും. അതിനാൽ ആക്സിലറേഷൻ ഏത് ക്വാണ്ടിറ്റിയാ? വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഇനി അടുത്തതായിട്ട് യൂണിറ്റ് ഓഫ് ആക്സിലറേഷൻ. യൂണിറ്റ് ഓഫ് ആക്സിലറേഷൻ എന്താ? എങ്ങനെ യൂണിറ്റ് ഓഫ് ആക്സിലറേഷൻ ആണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. അതായത് വെലോസിറ്റിയുടെ യൂണിറ്റ് ഡിവൈഡഡ് ബൈ വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ സെക്കൻഡ്. അങ്ങനെയാണ് ഫോർമുലയിൽ നിന്ന് നമുക്ക് യൂണിറ്റ് കണ്ടെത്താൻ കഴിയും, ഡിറൈവ് ചെയ്യാൻ കഴിയും. അപ്പൊ എന്ത് കിട്ടും? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതിനെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ മീറ്റർ ബൈ സെക്കൻഡ് ഇൻറ്റു ഇത് സെക്കൻഡ് ഡിവൈഡഡ് ബൈ 1 ആയിട്ട് കൺസിഡർ ചെയ്താൽ 1/s. അപ്പോൾ മീറ്റർ ഇൻറ്റു മീറ്റർ, മീറ്റർ ഇൻറ്റു 1 മീറ്റർ, സെക്കൻഡ് ഇൻറ്റു സെക്കൻഡ്, സെക്കൻഡ് സ്ക്വയർ. അതിനാൽ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും എന്ത്? ആക്സിലറേഷന്റെ യൂണിറ്റ്. ആക്സിലറേഷൻ വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ആക്സിലറേഷന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ആക്സിലറേഷൻ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയുടെ പരിമാണം അഥവാ മാഗ്നിറ്റ്യൂഡ് മാത്രം ചേഞ്ച് ചെയ്താൽ മതി. അല്ലെങ്കിൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറിക്കഴിഞ്ഞാൽ ആക്സിലറേഷൻ ഉണ്ടായി. പിന്നെയോ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും പരിമാണവും ദിശയും മാറിയാലും എന്ത് സംഭവിക്കും? ആക്സിലറേഷൻ ഉണ്ടാകും. അപ്പൊ ദിശ മാറുന്ന സമയത്ത്, ദിശ മാത്രം മാറുന്ന സമയത്ത് എങ്ങനെയാ ആക്സിലറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക എന്നൊക്കെ ചോദിച്ചാൽ അത് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു. വെക്ടർ മാത്തമാറ്റിക്സ് വേറെയാണ്. അത്തരത്തിലുള്ള പ്രോബ്ലംസ് നമ്മൾ ഈ വർഷമൊന്നും പഠിക്കുന്നില്ല, സ്കൂൾ ലെവലിൽ പഠിക്കില്ല. ഇവിടെ നമ്മൾ പഠിക്കുന്നത് എല്ലാം സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആയിരിക്കും. അതിനാൽ അവിടെ എപ്പോഴും അവിടെ ഡയറക്ഷന് ചേഞ്ച് സംഭവിക്കുന്നുണ്ടാവില്ല.